കുട്ടികളിലേക്ക് എത്തുന്നു. അത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതിനു മുമ്പ് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്ന വയസ്സന്മാരെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, ഇത് വേറൊരു തീർന്നു പോകുന്നൊരു തലമുറയാണെന്നുള്ളത്. ഇനി വളരാനിരിക്കുന്ന ഈ നാടിൻ്റെ പ്രതീക്ഷയായ തലമുറയിലേക്ക് ഇത് ബാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പാഠ്യപദ്ധതിയെ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റ് ചില മേഖലകളിലൂടെ തിരിക്കണം. അടിപൊളി. കുറച്ചു മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. അതൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം, മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ലോകത്ത് പലയിടത്തും ഇതുപോലെ നിരന്തരമായി വർഷം തോറും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, വികസിത നാടുകൾ. എന്തിനാ അമേരിക്കയുടെ ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ അടിച്ചു കയറുന്നുണ്ട്. എത്രയോ ആളുകൾ, കത്രീന, കാട്ടുതീയ്, അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം ഇല്ലാതായി പോകുന്നില്ല, അവിടുത്തെ മനുഷ്യർ പ്രതിസന്ധിയിലാവുന്നില്ല. അവർ വർദ്ധിച്ച ഊർജ്ജത്തോടെ വീണ്ടും അതിനെ പുനഃസൃഷ്ടിച്ച് അവിടെ വരികയാണ്, അവിടേക്ക് വീണ്ടും വളരുകയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എന്തിനേറെ ടൂറിസം പോലും ആ നാടുകളിൽ അടുത്ത വർഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു, അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്നത് തെറ്റായൊരു നിഗമനമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. പക്ഷെ എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പല നാടുകളിലും ഡിസാസ്റ്റർ ടൂറിസം എന്ന് നമ്മൾ പറയുമെങ്കിലും അതല്ല. നോക്കൂ, ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ഹിരോഷിമയാണ്. യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ചെർണോബിലാണ്. ഞാൻ ആ ചെർണോബിൽ പോയി സന്ദർശിച്ചിട്ടുള്ള, ചെർണോബിൽ ദുരന്തമുണ്ടായ ആണവ റിയാക്ടർ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഒരുപക്ഷെ ഈ ടൗൺഷിപ്പ് വന്നു കഴിയുമ്പോൾ ഈ ടൗൺഷിപ്പും അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ഈ ടൗൺഷിപ്പിനെ നമ്മൾ 25 വർഷം കഴിഞ്ഞുള്ള കേരളത്തിന്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളം എങ്ങനെയായിരിക്കണം, വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം. കെട്ടിടങ്ങൾ മാത്രമല്ല, അവിടുത്തെ ദിനചര്യകൾ, അവിടുത്തെ തൊഴിൽ, അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം, അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം, ആ ഒരു ടൗൺഷിപ്പിനെ ഭാവി കേരളത്തിൻ്റെ ഒരു മാതൃകാ പ്രദേശമാക്കി മാറ്റുകയും മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടെ വന്ന് പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ അതുകൊണ്ടൊന്ന് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് മാറ്റണം. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.